ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് വാൽപ്പാറ ഫോറസ്റ്റിൽ കൂടി ഒരു റൈഡിനാണ്. അതിരപ്പള്ളി വാൽപ്പാറ ഫേമസ് ആണ്, എല്ലാവരും പോയിട്ടുണ്ടാവും. കാട് ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഓൾവേസ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാട്ടിൽ കൂടെ ഉള്ളൊരു റൈഡാണ്. അപ്പോൾ അതിന് ഞങ്ങൾ വാൽപ്പാറ തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 4:30 ചെക്ക് ഇൻ ചെയ്ത് ചായ കുടിക്കാൻ നിന്നപ്പോൾ കണ്ട ഒരു മ്ലാവാണിത്. നമ്മുടെ കാറിൻ്റെ അടുത്ത് നിന്ന് നോക്കി നിൽക്കുക കേട്ടോ. നല്ല രസം തോന്നി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇതേ പോകുമ്പോൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് നടന്നത്. അപ്പോൾ ആർക്കൊന്നും പറ്റിയില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് ബ്ലോക്കായി. അങ്ങനെ ദേ പൊയ്ക്കൊണ്ടിരുന്ന നല്ല മനോഹരമായ ഫോറസ്റ്റ് കണ്ടപ്പോൾ ദേ നിൽക്കുന്നു 2 കൂട്ടുകാരന്മാർ. നല്ല രസമുണ്ടല്ലേ കാണാൻ. 2 കുരങ്ങന്മാരാണ്, അവരെന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കുരങ്ങൻ ദേ അങ്ങോട്ട് പോയി, എന്തോ കഴിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ മറ്റവൻ ദേ ഇവിടെ ഇരിക്കുവാണ്. അപ്പം ഞങ്ങളെ ഒന്ന് നോക്കി, നല്ല ക്യൂട്ടായിട്ട് തോന്നി അല്ലേ, എന്തോ ഒരു ഭംഗിയില്ലേ, ഒരു പ്രത്യേക ഭംഗി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിതേ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരെ പോയി, പക്ഷേ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തില്ല. അതേമാതിരി തന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തേ. പോകുന്ന വഴിക്ക് ഇതേ ഒരു സൂത്രക്കാരനെ കണ്ടു നിങ്ങൾ. കാട്ടുപോത്ത് നിൽക്കുന്ന തലയൊക്കെ കുലുക്കി. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ, പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നിന്നല്ല കേട്ടോ, കാറിൻ്റെ ഉള്ളിലാണ്. അപ്പം എങ്ങാനും വരുവാണെങ്കിൽ ഒറ്റ എടുപ്പ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് മഴയൊക്കെ പെയ്തു, നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അങ്ങനെ രാത്രി ആകുമ്പോൾ നമുക്ക് എന്താണെന്നറിയത്തില്ല, ഒരു ചെറിയൊരു പേടി വരും. ചെറുതല്ല, എനിക്ക് നല്ല രീതിയിൽ തന്നെ പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ വണ്ടികളെ ഒന്നും കാണുന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആനയൊക്കെ ഇറങ്ങുന്നും കൂടെ ഒക്കെ പറഞ്ഞതുകൊണ്ട് എന്തോ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കുറച്ച് നേരം മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രസമായിരുന്നു. പേടിയാണേലും നമുക്ക് എന്താണെന്നറിയത്തില്ല, ഒരു ത്രില്ല് ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ ആനയൊക്കെ വരുമെന്ന് ടെൻഷൻ ഉണ്ടെങ്കിലും പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ പിന്നെയും. അപ്പോൾ അതേ കുറേ വണ്ടികൾ പോകുന്നത് കണ്ടു. അപ്പോഴാണ് ശരിക്കും എനിക്കൊരു സമാധാനമായത് കേട്ടോ. കുറച്ച് ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണെന്നറിയത്തില്ല, എന്തെങ്കിലും പറ്റി ആരെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വണ്ടികളൊക്കെ സൈഡ് ഒതുക്കി. അപ്പോഴാണ് ഒരു സൂത്രക്കാരൻ ദേ പോന്നു. ആരാണത്? മാന്. അപ്പം അങ്ങനെ മാൻ മെല്ലെ നടന്ന് പോവാട്ടോ. സൈഡ് ഒതുങ്ങിയാണ് ആശാൻ പോണത്. അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ദേ നല്ല പതുക്കെ ആസ്വദിച്ച്, കാടൊക്കെ ആസ്വദിച്ച് പുള്ളിക്കാരൻ പോവാണ്. അപ്പം ഞങ്ങൾ, പുള്ളിക്കാരനല്ലല്ലോ പുള്ളിക്കാരിയില്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു സൈഡിൽ നിന്ന്. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഫോറസ്റ്റിൽ നല്ല അട്ടകളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ കരിയിലകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നൈറ്റ് റൈഡൊക്കെ ആയിരുന്നു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.